ശബരിമലയിലേക്കാണ് ആദ്യം പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് SITയുടെ നിർണായകമായിട്ടുള്ള പരിശോധന തുടരുകയാണ്. ദ്വാരപാലക പാളികൾ, കട്ടിള പാളികൾ, ശ്രീകോവിലിന്റെ വാതിൽ തുടങ്ങിയവയുടെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. 1 മണിയോടുകൂടിയാണ് പരിശോധനയ്ക്കായി എത്തിയത്. 1:20 പരിശോധന ആരംഭിച്ചു. ഈ നിർണായകമായിട്ടുള്ള, അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അന്വേഷണ സംഘം പരിശോധനയ്ക്കായി ഇന്നലെ സന്നിധാനത്തെത്തി. തുടർന്ന് ഇന്ന് പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. ഉച്ചപൂജയ്ക്ക് നട അടച്ച ശേഷമാണ് ഈ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ, ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള പരിശോധനയാണ് SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക പാളികൾ, ഒപ്പം കട്ടിളപ്പാളികൾ, ശ്രീകോവിലിന്റെ വാതിൽ തുടങ്ങിയവയുടെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോവുകയാണ്. പ്രവീൺ, നിർണായകമാണ് പരിശോധന. ഈ അന്വേഷണത്തിൽ, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനയാണ്. ഉച്ചപൂജയ്ക്ക് നടയടച്ച ശേഷം ഉള്ള പരിശോധനയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി എത്ര സമയമെടുക്കും പരിശോധന? 3 മണി വരെയാണ് നട അടച്ചിരിക്കുന്ന സമയം. അതായത് 3 മണിയാകുമ്പോൾ നട തുറക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയം, അതായത് നട അടച്ചിട്ടിരിക്കുന്ന സമയം SIT തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പാളികൾ അത് ഇവിടെ നിന്നും അഴിച്ചെടുക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അത് കൃത്യമായും 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം SITക്കുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇത് പല പീസുകളായിട്ടാണ്, പല ഭാഗങ്ങളായിട്ടാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലായാലും കട്ടിളപ്പാളിയിലായാലും ഈ സ്വർണം പൊതിഞ്ഞതും പൂശിയതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത്. അവർ ആദ്യം ചെയ്തത് ശ്രീകോവിലിന് ചുറ്റിലുമുള്ള 4 പ്രധാനപ്പെട്ട തൂണുകൾ, ആ തൂണുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ചെമ്പ് പാളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളാണ് അവർ അത് മുഴുവനായിട്ടുള്ള പീസിൽ നിന്നും അതിൻ്റെ പകുതി ഭാഗം അഴിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ ആ ഒരു പാളികൾ ഇളക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ആ വൈദഗ്ധ്യമുള്ള ആളുകൾ. ഇപ്പോൾ 2 പേർ ചേർന്നാണ് ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിൽ, ശ്രീകോവിലിൻ്റെ പ്രധാനപ്പെട്ട വാതിലിൽ അതിൻ്റെ പാളികൾ ഇളക്കി മാറ്റുന്നത്. ഇപ്പോൾ ഏകദേശം 4 പാളികളോളം, അതായത് 4 തൂണിൻ്റെയും ഇത് സാമ്പിൾ രീതിയിലായിരിക്കും പരിശോധിക്കുക. അതായത് തൂണാണെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ ഭാഗവും, സ്വർണം പൊതിഞ്ഞ മുഴുവൻ ഭാഗവും അവർ പരിശോധനയ്ക്കായി എടുക്കുന്നില്ല. പകുതി ഭാഗം എടുത്ത് അതിലാണ് രാസപരിശോധന നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ എത്ര അളവിൽ സ്വർണം അത് പൊതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സ്വർണം പൊതിഞ്ഞത് എന്ന് പറയുന്നത് അത് 98-99 കാലഘട്ടത്തിൽ വിജയമല്യ സമർപ്പിച്ചതാണ്. അതാണ് സ്വർണം പൊതിഞ്ഞത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും ഒക്കെ സ്വർണം പൊതിഞ്ഞതല്ല. അതെല്ലാം നേരത്തെ തന്നെ ഈ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയപ്പോൾ അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അതിന് പകരം പിന്നീട് സ്വർണം പൂശിയ ഭാഗങ്ങൾ, അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ സ്വർണം പൂശിയ ഭാഗങ്ങളാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ. അതാണ് ഇപ്പോൾ അവർ അഴിക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ശ്രീകോവിലിൻ്റെ മുന്നിലെ പ്രധാനപ്പെട്ട വാതിൽ, ആ വാതിലിൻ്റെ കട്ടിളപ്പാളി, ആ ഭാഗവും ഇപ്പോൾ അവർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ അഴിച്ചെടുക്കുന്നുണ്ട്. വിജയമല്യ സമർപ്പിച്ച സ്വർണ്ണമാണെങ്കിൽ പോലും നമുക്കറിയാം, അന്ന് സ്വർണ്ണം സമർപ്പിച്ചപ്പോൾ എത്ര കിലോ സ്വർണ്ണമുണ്ട് എന്നതിൻ്റെ രേഖകളൊക്കെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണ്ണത്തിൻ്റെ കൂടി ശാസ്ത്രീയ പരിശോധന നടത്തും. അതായത് വിജയമല്യ പറഞ്ഞത് പ്രകാരമുള്ള സ്വർണം, അത് ശാസ്ത്രീയ പരിശോധന നടത്തുമ്പോൾ അത്രയും കിലോഗ്രാം തൂക്കം തന്നെ സ്വർണം അന്ന് വഴിപാടായി നൽകിയിട്ടുണ്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2019 സ്വർണം പൂശി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പപാളികൾ പിന്നീട് 2025 അതേ പാളി തന്നെ കൊണ്ടുപോയി സ്വർണ്ണം പൂശി കൊണ്ടുവരുന്നു. അപ്പോൾ അതിലും എത്ര അളവ് സ്വർണ്ണമുണ്ട് എന്ന് ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും. അത് രാസപരിശോധനയാണ് നടത്തുന്നത്. ചെറിയ ഒരു ഭാഗം മാത്രം സാമ്പിൾ രീതിയിൽ പോലും പരിശോധിച്ചാൽ അതിൽ മുഴുവനായും എത്ര അളവിൽ സ്വർണ്ണമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് SIT ഈ ശാസ്ത്രീയ പരിശോധനയിലേക്ക് തന്നെ പോകുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് കൂടിയുണ്ട് അങ്ങനെ പ്രത്യേക പരിശോധന നടത്തണമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ശബരിമലയിൽ നിന്നും കാണാതായിട്ടുള്ള സ്വർണം, അതിൻ്റെ അളവ് എത്രയാണെന്ന് SITക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതോടുകൂടി ഇതിൻ്റെ കേസിൻ്റെ, ഈ അന്വേഷണത്തിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് കടക്കും എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിൽ നിന്നുള്ള മൊഴികളൊക്കെ
SITയുടെ പക്കലുണ്ട്. അതിൽ പക്ഷേ ഇപ്പോൾ നിലവിൽ SITയുടെ പക്കലുള്ളത് ദേവസ്വം ബോർഡ് രേഖകളാണ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ പക്കലുള്ള ഈ സ്വർണ്ണത്തിൻ്റെ അളവ് സംബന്ധിച്ചുള്ള രേഖകളാണ്. അത് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് വിജയ് മല്യ അന്ന് സമർപ്പിച്ച സ്വർണ്ണത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ SITക്ക് ലഭിച്ചത്. അപ്പോൾ ആ രേഖകളുമായി ഇന്നിപ്പോൾ ഈ തൂണുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സ്വർണം പൊതിഞ്ഞത് അതിൻ്റെ പരിശോധന കൂടി നടത്തി അതിൻ്റെ ഫലം വരുമ്പോൾ ആ രേഖകളിൽ എഴുതിയിരിക്കുന്നത് എത്ര സ്വർണ്ണമാണ് എന്നുള്ളത്, അതും ഇപ്പോൾ ഈ പരിശോധനാ ഫലത്തിൽ വരുന്ന സ്വർണത്തിൻ്റെ അളവും തമ്മിൽ പരിശോധിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 99-ൽ വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിൻ്റെ അളവ് എത്രയാണെന്നും ഒപ്പം 2019-ലും 2025-ലും ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിട്ടുള്ള അത് സ്വർണം പൂശിയിട്ടുള്ള അതിൻ്റെ അളവും കൃത്യമായി കണ്ടെത്താൻ SITക്ക് കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ SIT സന്നിധാനത്തെത്തി ശ്രീകോവിലിൻ്റെ തൂണുകളിലെ പാളികൾ, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പപാളികൾ, കട്ടിളപ്പാളി, ഇവിടെ നിന്നൊക്കെ സ്വർണത്തിൻ്റെ സാമ്പിൾ ശേഖരിക്കാൻ പോകുന്നത്. അത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 പേർ ഇപ്പോൾ പ്രധാനപ്പെട്ട വാതിലിൽ, കട്ടിളപ്പാളിയിൽ ആ വാതിലിൻ്റെ വശത്തുള്ള 4 പീസുകളാണുള്ളത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളായി അവർ ഇളക്കി എടുക്കുകയാണ്. അതായിരിക്കും ഇനി വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോവുക. നേരത്തെ തന്നെ നമുക്കറിയാം ഈ സ്മിത്ത് തസ്തികയിലുള്ള ആളിൻ്റെയൊക്കെ സാന്നിധ്യം വേണം. ആ തസ്തികയിലുള്ള ആളാണ് ഇവിടെ നിന്നും സ്വർണം അഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കൊക്കെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് ഒക്കെ രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, അവർ പരിശോധനയിൽ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ളൊരു പരിശോധന ഈ സ്വർണ്ണക്കൊള്ളയിൽ SIT നടത്തുന്നു. ശ്രീകോവിലിലെ 4 വശങ്ങളിലെ തൂണുകളിലെ സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ അവർ അഴിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി, പ്രധാനപ്പെട്ട വാതിലിൻ്റെ ഭാഗം അവർ വൈദഗ്ധ്യമുള്ള ആളുകൾ അത് അഴിച്ചെടുക്കുന്നു. ഇനിയിപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളായിരിക്കും അഴിച്ചെടുക്കുക. അത് ചെന്നൈയിൽ നിന്നും കൊണ്ടുവന്ന് അടുത്തിടെയാണ് അത് സ്ഥാപിച്ചത്. അത് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയായിട്ടായിരുന്നു ആ പാളികൾ സ്ഥാപിച്ചത്. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ പാളികളാണ്. അപ്പോൾ ഈ സ്വർണം പൂശിയത് എത്ര അളവാണ് എന്നുള്ളത് ഇന്നത്തെ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരുപക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, അതായത് എത്ര അളവ് സ്വർണ്ണമുണ്ട് എന്ന് പറയുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനത്തിൽ നിന്നും എത്ര അളവിൽ സ്വർണം പൂശി എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മുഴുവനുമായിട്ടുള്ള കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്ര സ്വർണ്ണമുണ്ട്, അതായത് ഏറ്റവും ഒടുവിൽ പോലും 2025-ൽ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, നേരത്തെ മുൻ പ്രസിഡന്റ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ എല്ലാവരുടെയും മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ ഒരു പാളി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് എന്നുള്ളതാണ്. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്നാണ് രേഖകളിലുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ അന്ന് ദേവസ്വം ബോർഡിന്റെ ഒരു മേൽനോട്ടം ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം ചെമ്പെങ്ങനെ സ്വർണ്ണമായി എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിർണായകമായിട്ടുള്ള പല പരിശോധനകൾ നടക്കുന്നതിൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമാകുന്നത് ഒരു ശാസ്ത്രീയമായ പരിശോധനയിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതും ഹൈക്കോടതി നിർദ്ദേശിച്ചനുസരിച്ചുള്ള ഒരു പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, മുൻപ് ഇതിന്റെ തുടക്കം മുതൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ പാളി ഇളക്കി മാറ്റിയത് മുതൽ പാളി ഇളക്കി മാറ്റിയതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് അന്നു മുതൽ സംഭവിച്ചത്? സുധി, നമുക്കറിയാവുന്നതുപോലെ 2019 ജൂലൈ മാസം 19-നും 20-നുമായിരുന്നു വിവാദമായി സംഭവം നടന്നത്. അന്ന് ആ സ്വർണ്ണപ്പാളി എന്നതിന് പകരം ചെമ്പ് എന്ന് എഴുതി തയ്യാറാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. ആദ്യം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന N വാസുവിൻ്റെ ഓഫീസിലാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നതിൽ വെട്ടിക്കളഞ്ഞുകൊണ്ട് അത് ചെമ്പ് പാളി മാത്രമായി മാറിയത്. പിന്നാലെ അത് ദേവസ്വം ബോർഡ് ചെമ്പ് പാളി എന്ന് തന്നെയാക്കി ഉത്തരവിറക്കി. ആ ഉത്തരവ് പ്രകാരം അവിടെയുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ശില്പങ്ങൾ, ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരണം എന്ന ഉത്തരവാണ് പുറത്തിറക്കിയത്. അങ്ങനെ 2019 ജൂലൈ മാസം 19-ാം തീയതിയും 20-ാം തീയതിയുമാണ് നിയമവിരുദ്ധമായി ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളെ സ്വർണം പൊതിഞ്ഞുള്ള പാളികൾ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത്. അന്ന് നിയമവിരുദ്ധമായ നീക്കം, ചട്ടവിരുദ്ധമായ നീക്കമാണ് നടന്നത് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. കാരണം ദേവസ്വത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട, എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകേണ്ട തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു അന്ന് സംഭവ സ്ഥലത്ത് ഉണ്ടായതേയില്ല. പക്ഷേ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ തയ്യാറാക്കിയ
മഹസറിൽ പറഞ്ഞിരിക്കുന്നത് ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് എന്നാണ്. തീർന്നില്ല, അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനാണ് ഉത്തരവെങ്കിലും ഇത് കഴിച്ചെടുത്തതിന് ശേഷം കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കല്ല, പകരം അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾക്കാണ്. ഇങ്ങനെ 19-ാം തീയതിയും 20-ാം തീയതിയും ഈ പറയുന്ന രീതിയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ ഇളക്കിക്കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയുന്ന ആൾക്ക് കൊടുക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരും ചേർന്ന് എന്നുള്ളതാണ്. അതിനുശേഷമാണ് വലിയ കൊള്ള ശബരിമലയിൽ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം കൊണ്ടുപോയി അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് മോഷ്ടിച്ചതുപോലെ കട്ടിളപ്പടിയിലെ പാളികളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം കവർന്നിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും മാത്രവുമല്ല, ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇത് മറിച്ചു വിറ്റോ, അതിലെത്രയാണ് സ്വർണം ബാക്കിയുള്ളത്, അങ്ങനെ പൂർണ്ണമായി മറിച്ചു വിറ്റുവെങ്കിൽ അതിൻ്റെ പതിപ്പെടുത്തുകൊണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിലും വെച്ചിരിക്കുകയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. 1 സെന്റിമീറ്റർ ആഴത്തിൽ സാമ്പിൾ എടുത്തതിന് ശേഷം നട തുറക്കുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇത് എന്ന് പറയാനുള്ള കാരണം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ചു വന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികളുണ്ട്, അതായത് അതിൻ്റെ മോൾഡ് ഉണ്ട്. ആ മോൾഡ് തന്നെ പുതിയതാണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ പരിശോധനയുടെ ഫലം വരേണ്ടതുണ്ട്. അതുകൊണ്ട് കട്ടിളപ്പടിയിലെയും ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും ഇപ്പോൾ നിലവിലുള്ള പാളികൾ അത് ഒറിജിനലാണോ അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി അത് മറിച്ചു വിറ്റോ എന്ന് തെളിയിക്കണമെങ്കിൽ ഇന്നത്തെ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വലിയ ചർച്ച പുറത്ത് പുരോഗമിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഹൈക്കോടതി കേസ് പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്, ഇങ്ങനെ അളവെടുത്തുകൊണ്ട് രാജ്യാന്തര വിഗ്രഹ നിർമ്മാതാക്കളുമായി ബന്ധമുള്ള ഒരു സംഭവം ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ഈ പാളികളും കട്ടിളപ്പടിയിലെ പാളികളുമെല്ലാം പുറത്തേക്ക് മറിച്ചു കടത്തിയോ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്കോ തന്നെ കോടികൾ വാങ്ങിക്കൊണ്ട് മറിച്ചു കടത്തിയോ എന്നുള്ള സംശയം, ആ സംശയമെല്ലാം ദൂരീകരിക്കണമെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധനയുടെ റിസൾട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന ഏറെ പ്രധാനവുമാണ്. ശ്രുതി, തീർച്ചയായിട്ടും TV പ്രസാദ് തുടരുക.